ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ IO എക്സാം എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ 2025 ഫെബ്രുവരിയിലാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഈ IO എക്സാമിനേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. 40 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള ഒരു സബ്ജക്ട് കൂടിയാണ്. എന്നാൽ ഈ IO എക്സാമിന്റെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ ലെവൽ എത്രത്തോളം ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്കൊരു റെഫറൻസ് ആക്കി എടുക്കാവുന്നത് ഇതേ സിമിലർ സിലബസ് വന്നിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്താണ്. സോ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിൽ ചോദിച്ച ചോദ്യങ്ങൾ ഒരു റെഫറൻസ് ആക്കി വെക്കാം എന്ന് കരുതി അതേ ലെവലിൽ തന്നെയല്ല, തീർച്ചയായിട്ടും അതിനേക്കാൾ കൂടുതൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് വളരെ കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 0h - g - h 0f g - f 0 is a dash matrix എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിമെട്രിക്, അതേപോലെ സ്ക്യൂ സിമെട്രിക്, സ്കേലാർ ആൻഡ് ഡയഗണൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സിമെട്രിക് മെട്രിക്സ്. സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ A ട്രാൻസ്പോസിന്റെ വാല്യൂ എന്ന് പറയുന്നത് A തന്നെ വരികയാണെങ്കിൽ അത്തരം മെട്രിക്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് സിമെട്രിക് മെട്രിക്സ്. സിമെട്രിക് മെട്രിക്സ്. അതേപോലെ തന്നെ A ട്രാൻസ്പോസിന്റെ വാല്യൂ -A വരികയാണെങ്കിൽ അത്തരം മെട്രിക്സ് നമ്മൾ എന്ത് പറയും, സ്ക്യൂ സിമെട്രിക് എന്നും പറയും. സ്ക്യൂ സിമെട്രിക് എന്നും പറയും. ഓക്കെ, സ്ക്യൂ സിമെട്രിക് എന്നാണ് പറയാം. അപ്പൊ നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് സിമെട്രിക് ആണോ സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ എലമെന്റ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു രണ്ടാമത്തെ 21 എന്ന് പറയുന്ന എലമെന്റ് A21ഉം ഈ A12 എന്ന് പറയുന്ന എലമെന്റും A21 എന്ന് പറയുന്ന എലമെന്റും നോക്കുക. രണ്ടും സെയിം ആണോ? അല്ല, ഓപ്പോസിറ്റ് സെയിം ആണ് അല്ലെ, ഓപ്പോസിറ്റ് സൈൻ ആണ്. അതായത് A12 എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, -A21 ആണ് അല്ലെ. അതേപോലെ തന്നെ നമ്മൾ A13 എന്ന് പറയുന്ന ഈ എലമെന്റും നോക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈൻ അല്ലേ വന്നിരിക്കുന്നത്. അതായത് A13 എന്ന് പറയുന്നത് എന്താണ്, A13 എന്ന് പറയുന്നത് -A31 ആണ് അല്ലേ. അതേപോലെ ഈ എലമെന്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ A23 എന്ന് പറയുന്നത് A23 ഈസ് ഈക്വൽ ടു എന്താണ്, -A32 ആണ് അല്ലെ, -A32 ആണ്. അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇതേപോലുള്ള പേഴ്സുകൾ AIJ ഈസ് ഈക്വൽ ടു -AJI എന്ന് പറയുന്ന രീതിയിൽ വരികയാണെങ്കിൽ അത്തരം മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. സോ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, സ്ക്യൂ സിമെട്രിക് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി സ്ക്യൂ സിമെട്രിക് ആണ്. ഇനി സ്ക്യൂ സിമെട്രിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറോട് പറയാണ്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റുകൾ എല്ലായ്പ്പോഴും 0 ആയിരിക്കും. ഓക്കെ, ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ് എപ്പോഴും 0 ആയിരിക്കും. അതിനർത്ഥം എല്ലാ ഡയഗണൽ എലമെന്റ് 0 ആയിട്ടുള്ള എല്ലാ മെട്രിക്സും സ്ക്യൂ സിമെട്രിക് ആണെന്നുള്ള ഒരു മീനിങ് ഇല്ല കേട്ടോ. ഡയഗണൽ എലമെന്റ്സ് എല്ലായ്പ്പോഴും സ്ക്യൂ സിമെട്രിക്കിൽ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, സോ 0 ആയതുകൊണ്ട് മാത്രം എന്താവില്ല, ഈ സ്ക്യൂ സിമെട്രിക് ആവില്ല. കാരണം ഫോർ എക്സാമ്പിൾ ഇവിടെ H വന്നു, ഇവിടെ H ആണെങ്കിൽ അതെന്തല്ല, സ്ക്യൂ സിമെട്രിക് അല്ലല്ലേ. സോ ആ രീതിയിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ, വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കഴിഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിന് വന്നിരിക്കുന്നത്. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. If A is a 5/3 matrix and B is a 3/2 matrix, then what is the order of the product AB എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. AB എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ A എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്താണ്, 5/3 ആണ് അല്ലെ, 5/3 ആണ്. ഓക്കെ, ഇതിലെ നമ്പർ ഓഫ് റോസ് എത്രയാണ്, 3 ആണ്. നമ്പർ ഓഫ് കോളംസ് എത്രയാണ്, 3 ആണ്. B എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്താണ്, B എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് 3/2 ആണ് അല്ലെ, 3/2 ആണ്. ഇവിടെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 3 ആണ്, നമ്പർ ഓഫ് കോളംസ് 2 ആണ്. ആദ്യമേ മനസ്സിലാക്കി വെക്കുക, രണ്ട് മെട്രിക്സുകളുടെ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെട്രിക്സിന്റെ പ്രൊഡക്റ്റ് ഡിഫൈൻഡ് ആവുന്നുള്ളൂ. കണ്ടീഷൻ മനസ്സിലാക്കുക, കണ്ടീഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്പർ ഓഫ് കോളംസ് ഓഫ് മെട്രിക്സ് A എന്ന് പറയുന്നത് which should be equal to number of rows of എന്തായിരിക്കണം, മെട്രിക്സ് B ആയി കഴിഞ്ഞാൽ മാത്രമേ മെട്രിക്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആവുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഡിഫൈൻഡ് ആണ്. കാര്യം എന്താ വെച്ചാൽ ഇവിടെ നമ്പർ ഓഫ് കോളംസ് എത്രയാണ്, 3 ആണ്. ഇവിടെ നമ്പർ ഓഫ് റോസ് എത്രയാണ്, 3 ആണ്. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്.
അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റിന്റെ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കാന്നറിയോ? പ്രൊഡക്റ്റിന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ 5/3 3/2 അല്ലേ, ഇത് രണ്ടും ഈ സെയിം എലമെന്റുകൾ ഇത് രണ്ടും, അതായത് ഇതിന്റെ കോളംസും ഇതിന്റെ റോവും എന്ത് ചെയ്യുക, ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുക. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തുള്ളതായിരിക്കും എ ബിയുടെ ഓർഡർ എന്ന് പറയുന്നത്. സോ എ ബിയുടെ ഓർഡർ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 ആണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇനി വേറെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, ബി എയുടെ ഓർഡർ എന്താണെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ആൻസർ പറയാ? ബി എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ അതൊന്ന് വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യട്ടോ. ബി എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? ഓക്കെ, എന്റെ ചോദ്യം ഇതാണ്, ബി എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? അതായത് ഇതേപോലെ നിങ്ങൾ നോക്കുക, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് ആൻസർ? നോട്ട് ഡിഫൈൻഡ് ആണ്. സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ എന്ത് ചെയ്യുക, മിഡിൽ പോർഷൻ ലോക്ക് ചെയ്തിട്ട് പുറത്തുള്ള ഔട്ടർ സർഫസിലുള്ള നമ്പേഴ്സുകളാണ് നിങ്ങൾ എന്തായിട്ട് എഴുതേണ്ടത്? പ്രൊഡക്റ്റിന്റെ ഓർഡർ ആയിട്ട് എഴുതേണ്ടത്. നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊന്ന് വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. If A transpose A dash denotes the transpose of A, അങ്ങനെയാണെങ്കിൽ എ ബി ഡാഷ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അഥവാ എ ബി ട്രാൻസ്പോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു ഡയറക്റ്റ് തിയറിയാണ്. എ ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ് കേട്ടോ. എ ബി ട്രാൻസ്പോസ് എന്താണ്? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. അപ്പൊ ഇതിൽ നമ്മൾ ഇതുപോലുള്ള നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ്, ട്രാൻസ്പോസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കുകയാണെങ്കിൽ എ പ്ലസ് ബി ട്രാൻസ്പോസ് എടുത്താൽ എന്താണ്? എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. മൈനസ് ആണെങ്കിൽ എന്താണ്? എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ് ആണ്. കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആണെങ്കിൽ എന്താ വരിക? കെ പുറത്തേക്ക് എടുത്തിട്ട് എ ട്രാൻസ്പോസ് ചെയ്താൽ മതി. എ ട്രാൻസ്പോസിനെ വീണ്ടും നമ്മൾ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? എ ആണ് കിട്ടുക അല്ലേ? സോ ഇത്തരത്തിലുള്ള കുറച്ച് പ്രോപ്പർട്ടീസുകൾ ട്രാൻസ്പോസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഡെറിവേറ്റീവ് ഓഫ് എൻ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഇൻക്രീസിംഗ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. ഓക്കെ, നമ്മളൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫംഗ്ഷൻ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കി. ഇതൊരു ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. എന്തുകൊണ്ടാണ് ഇതൊരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയാൻ കാരണം? ഇതൊരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ കാരണം നിങ്ങൾ എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ് അല്ലേ? ആസ് എക്സ് increases f of x is also increases. നോക്കി, ഇത് f of x1 ആണെന്ന് വിചാരിക്കുക. ഇത് f of x1 ആണ്. ഇതെന്താണ്? ഇത് f of x2 ആണ്. ഇത് f of x2 ആണ്. എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് f of xന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഫംഗ്ഷൻസ് നമ്മൾ എന്ത് പറയും? ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയും. അതേസമയം ഞാൻ മറ്റൊരു ഫംഗ്ഷൻ കൂടി ഇവിടെ വരയ്ക്കുകയാണ്. നോക്കി, ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ ഞാൻ ഈ ഒരു ഫംഗ്ഷനിൽ നോക്കിക്കോളൂ. ഈ ഒരു ഫംഗ്ഷനിൽ ഇതല്ലേ x1 എന്ന് ഞാൻ ഇത് x1 ആക്കി എടുക്കുകയാണെങ്കിൽ ഇത് f of x1 ആണല്ലേ? ഇത് f of x1 ആണ്. അഗൈൻ ഞാൻ ഇത് x2 ആക്കി എടുക്കുകയാണെങ്കിൽ ഇത് എന്താണ്? f of x2 ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് f of xന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതൊരു ഡിക്രീസിംഗ് ഫംഗ്ഷൻ ആണ് കേട്ടോ. ഇതെന്താണ്? ഇതൊരു ഡിക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. ഡിക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. ഇതെന്ത് ഫംഗ്ഷൻ ആണ്? ഇതൊരു ഇൻക്രീസിംഗ് ഫംഗ്ഷനുമാണ്. അപ്പൊ ഈ ഫംഗ്ഷൻസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ, അതായത് ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്ലോപ്പ് എടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? നമ്മൾ ഈ ഫംഗ്ഷന്റെ ഒരു ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ നോക്കി, ഇവിടെ വരുന്ന ആംഗിൾ ഒരു അക്യൂട്ട് ആംഗിൾ അല്ലേ? എന്ന് വെച്ചാൽ ടാൻ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. വിച്ച് മീൻസ് ഡെറിവേറ്റീവിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, ഒരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എന്നാൽ നിങ്ങൾ നോക്കിയേ, ഒരു ഡിക്രീസിംഗ് ഫംഗ്ഷന്റെ നിങ്ങൾ സ്ലോപ്പ് എടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയേ, അത് അക്യൂട്ട് ആംഗിൾ വരുന്നത്, ഉറപ്പായിട്ടും അതിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. വിച്ച് മീൻസ് എഫ് ഡാഷ് എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും വരിക ഏത് ടൈപ്പ് ഫംഗ്ഷനിൽ? ഡിക്രീസിംഗ് ഫംഗ്ഷനിൽ. സോ ഈ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഡയറക്ട്ലി നമുക്ക് പറയാൻ പറ്റും ദ ഡെറിവേറ്റീവ് ഓഫ് എൻ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ഈസ് പോസിറ്റീവ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, evaluate integral 0 to pi by 2 root cos x divided by root sin x plus root cos x. ഇതേ ടൈപ്പിലുള്ള പാറ്റേണിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡയറക്ട്ലി ആൻസർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇന്റഗ്രേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇന്റഗ്രൽ 0 to a, ഡെഫിനറ്റ് ഇന്റഗ്രലിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്റഗ്രൽ 0 to a f of x dx എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a f of
a minus x dx എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇന്റഗ്രേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ് ഇന്റഗ്രൽ 0 to a f of x dx എന്ന് പറയുന്നത്. ഇന്റഗ്രൽ 0 to a f of a minus x dx ആണ്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഐ എന്ന് പേരെടുക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഐ എന്ന് പേരെടുക്കുകയാണെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു, ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ എന്ത് പേരെടുക്കുകയാണ്? ഐ എന്ന് പേരെടുക്കുകയാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യന് ഞാൻ ഐ എന്ന് പേരെടുക്കുകയാണ്. ദിസ് ഇസ് ഈക്വൽ ടു ഐ. സോ ദാറ്റ് ഐ ഇസ് ഈക്വൽ ടു, ആൻഡ് ഓൾസോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. അങ്ങനെയാണെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു ഇതേ പ്രോപ്പർട്ടി അപ്ലൈ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 0 to π/2 എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത്, അതായത് എക്സിന്റെ സ്ഥാനത്ത് എ മൈനസ് എക്സ് കൊടുക്കാന്നാണ്. എന്റെ സ്ഥാനത്ത് എന്താണുള്ളത്? π/2 ആണ്. അപ്പൊ എ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എന്താ വരിക? കോസ് π/2 മൈനസ് എക്സ് അല്ലെ, കോസ് π/2 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സൈൻ π/2 മൈനസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് കോസ് π/2 മൈനസ് എക്സ്, അങ്ങനെയല്ലേ വരുന്നത്? ഡി എക്സ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2 ഈ കോസ് π/2 മൈനസ് എക്സിന്റെ വാല്യൂ എന്താണ്? നമ്മൾ പഠിച്ചില്ല, കോസ് റിഡക്ഷൻ ഫോർമുല. കോസ് π/2 മൈനസ് എക്സിന് എങ്ങനെ എഴുതാം? സൈൻ എക്സ്. സൈൻ π/2 മൈനസ് എക്സിന് എന്ത് എഴുതാം? കോസ് എക്സ്. ടാൻ π/2 മൈനസ് എക്സിന് എന്ത് എഴുതാം? കോട്ട് എക്സ്. കോട്ട് π/2 മൈനസ് എക്സിന് എന്ത് എഴുതാം? ടാൻ എക്സ്. ആ രീതിയിൽ നമ്മൾ റിഡക്ഷൻ ഫോർമുല അപ്ലൈ ആണെങ്കിൽ ന്യൂമറേറ്ററിൽ എന്താ വരിക? റൂട്ട് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്ത് വരും? ഇവിടെ റൂട്ട് കോസ് എക്സ് പ്ലസ് എന്ത് വരും? റൂട്ട് സൈൻ എക്സ് എന്നുള്ള രീതിയിൽ വരും. സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്? ഈ രണ്ട് ഇക്വേഷൻസും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ, രണ്ട് ഇക്വേഷൻസ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1+2 ആണ് ഞാൻ ചെയ്യുന്നത്. 1+2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ 2i എന്ന് വരും അല്ലേ? ലെഫ്റ്റ് സൈഡിൽ എന്താ വരിക? 2i. ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ രണ്ടിന്റെ ഡിനോമിനേറ്റർ എന്താണ്? സെയിം ആണ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ആഡ് ചെയ്യുമ്പോൾ റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ് അല്ലേ? അപ്പോൾ അത് രണ്ട് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? 0 to π/2 1 dx എന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആ. അപ്പോൾ ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്റർ എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. സോ 1 dx എന്ന് കിട്ടും. 1 dxന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ് അല്ലേ? സോ ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ 0 to π/2 ആണ്. സോ 2i ഈസ് ഈക്വൽ എന്താ കിട്ടുന്നത്? π/2 ആണ്. അങ്ങനെയാണെങ്കിൽ ഐന്റെ വാല്യൂ എന്തായിരിക്കും? π/4 ആയിരിക്കും. ഐന്റെ വാല്യൂ എന്ന് പറയുന്നത് π/4 ആയിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേണമെങ്കിൽ പല രീതിയിൽ ചോദിക്കാം. ഇവിടെ കോസിന്റെ പവർ മാറ്റിയിട്ട്, ഇപ്പൊ ഒരു സ്ക്വയറിനോ ഫോർത്ത് പവറിനോ തേർഡ് പവറിനോ ഒക്കെ പവേഴ്സ് മാറ്റിയിട്ട് വേണമെങ്കിൽ ഇവിടുന്ന് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാലും ആൻസറിൽ മാറ്റമൊന്നുമില്ല. എന്തിനായിരിക്കും വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു π/4 എന്നുള്ള രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? യെസ്. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. The solution of the differential equation y dx plus x dy is equal to 0. ഇതൊരു ഓർഡിനറി ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലേ? ഓർഡിനറി ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇത് ഏത് ഫോർമാറ്റിലാണ് വരുന്നത് വെച്ചാൽ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലാണ്. വേരിയബിൾ സെപ്പറബിൾ ഫോമിലാണ് വരുന്നത് അല്ലേ? സോ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് നോക്കാം. y dx പ്ലസ് x dy ഇസ് ഈക്വൽ ടു 0 എന്നല്ലേ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ y dx ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? x dy റൈറ്റ് സൈഡിൽ പോയാൽ മൈനസ് x dy എന്ന് വരും അല്ലേ? സോ നമുക്ക് വേരിയബിൾസിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? dx ഡിവൈഡഡ് ബൈ എക്സ്, ഞാൻ ഈ എക്സിനെ ലെഫ്റ്റിലേക്ക് എടുക്കുകയാണ്, വൈനെ റൈറ്റിലേക്ക് കൊടുക്കുകയാണ്. മൈനസ് dy ഡിവൈഡഡ് ബൈ y എന്ന് വരും. ഓക്കെ, സോ ഇന്റഗ്രേറ്റ് ഓൺ ബോത്ത് സൈഡ്. നമ്മൾ രണ്ട് സൈഡ് എന്ത് ചെയ്യാണ്? ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഇവിടെ ഞാൻ മൈനസ് പുറത്തെടുത്തിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ വരുന്നത്? ദിസ് ഇസ് ഈക്വൽ ടു 1/x ഇന്റഗ്രേഷൻ ലോഗ് എക്സ് അല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് വൈ. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ടേമിലും ലോഗ് വരികയാണെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നിടത്തും എന്ത് ചെയ്യുക? ലോഗ് കൊടുക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് സി. നോർമലി നമ്മൾ സി എന്നാണ് കൊടുക്കുക. പക്ഷേ എല്ലാ ടേമിലും ലോഗ് ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റന്റിന് എന്ത് തന്നെ കൊടുക്കുക? ലോഗ് സി എന്ന് തന്നെ കൊടുക്കുക. സോ അങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് that is equal to log x equal to log minus log y plus log c. ലോഗിന്റെ പ്രോപ്പർട്ടി നമുക്ക് റൈറ്റ് സൈഡിൽ അപ്ലൈ ചെയ്തോടെ. എന്താ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുന്നത്? ലോഗ് എ ബൈ ബി അല്ലേ? അപ്പൊ ലോഗ് സി മൈനസ് ലോഗ് വൈ എങ്ങനെ എഴുതാം? ലോഗ് സി ബൈ വൈ എന്ന് എഴുതാം അല്ലെ? ലോഗ് സി ബൈ വൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, സോ ലോഗ് സി ബൈ വൈ എന്നാണ് കിട്ടുന്നത്. സോ ഡെഫിനറ്റ്ലി രണ്ട് സൈഡിൽ നമുക്ക് ആന്റി ലോഗ് എടുത്തു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ എന്താ കിട്ടുന്നത്? സി ബൈ വൈ എന്ന് കിട്ടും. എക്സ് ഇസ് ഈക്വൽ എന്താ കിട്ടുന്നത്? സി ബൈ വൈ. ആ വൈന് ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എക്സ് വൈ ഇസ് ഈക്വൽ ടു എന്താണ്? സി എന്നാണ് കിട്ടുക അല്ലെ? എക്സ് വൈ ഇസ് ഈക്വൽ ടു സി എന്നാണ് കിട്ടുക. വിച്ച് മീൻസ് ഓപ്ഷൻ
ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്? യെസ്, ഓപ്ഷൻ എ XY ഈസ് ഈക്വൽ ടു K എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓർഡിനറി ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. സോ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എക്സ്ട്രീം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ല. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി മുഴുവൻ സിലബസും കവർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ ഓരോ ക്വസ്റ്റിനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഫ്രം ദ ബേസിക്സ് നിങ്ങൾ പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ മുമ്പ് പഠിച്ച കാര്യങ്ങൾ പൊടി തട്ടിയെടുത്ത് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. ഡെഫിനറ്റ്ലി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ ഏറ്റവും മികച്ച ക്ലാസ്സസ് തന്നെയാണ് എൻട്രിയിൽ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഉൾപ്പെടെയുള്ള IOയുടെ മുഴുവൻ കോഴ്സിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.